അങ്ങനെ ഇരുന്നപ്പോൾ അമ്പലത്തിൽ പോകാനൊരാഗ്രഹമേ. എന്തായാലും ആഗ്രഹം തോന്നിയതല്ലേ, എങ്കിൽ ഒന്ന് പോയിട്ട് വരാമെന്ന് തോന്നിയേ. അങ്ങനത്തെ ഒരു കുളിയൊക്കെ പാസ്സാക്കി ചെറുതായിട്ട് മേക്കപ്പ് ഇടുവാണേ. മേക്കപ്പ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചെറുതായിട്ട് മോയ്സ്ചറൈസർ ഇട്ടു. അതിനുശേഷം എൻ്റെ പിരികമൊക്കെ ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ചെറുതായിട്ട് ലിപ്സ്റ്റിക് ഇടുന്നു. ലിപ്സ്റ്റിക് ഇല്ലാതെ ഒരു ജീവിതമില്ലല്ലോ നമുക്ക്. അങ്ങനത്തെ കുറച്ച് ലിപ്സ്റ്റിക്ക് ഇട്ടു. ചില സമയത്ത് ഞാൻ ലിപ്സ്റ്റിക്ക് കൈ വെച്ചിട്ടാണ് ഇടുന്നത്. ആ സ്റ്റിക്ക് വെച്ചിട്ട് ഞാൻ ഇടാറില്ല. ചില സമയത്ത് ഇതാണ് എനിക്ക് കംഫർട്ടായിട്ടുള്ളത്. അങ്ങനെ ദേ കയ്യിൽ കിട്ടിയ ഒരു കമ്മലെടുത്തിട്ടു. ബാക്കി നമ്മുടെ കയ്യിലിരുന്ന ലിപ്സ്റ്റിക്ക് എടുത്തിട്ട് ഞാൻ ഐ ഷാഡോ ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. എന്തായാലും കയ്യിൽ പറ്റി അതിനെ കളയണ്ടെന്ന് കരുതി. അങ്ങനെ ദേ ഞാനും കുഞ്ഞും ദേ സുന്ദരക്കുട്ടിയായിട്ട് ഒരുങ്ങി വന്നിട്ടുണ്ട്. കുഞ്ഞ് ടാറ്റയൊക്കെ പറഞ്ഞു. ഞങ്ങൾ കാറിനകത്താണ് പോകുന്നത്. നമ്മുടെ കൂടെ ഇന്ന് മാമനാണ് വരുന്നത്. അഭിയണ്ണന് ഇന്ന് വർക്കുണ്ട്, അപ്പോൾ വരാൻ ലേറ്റ് ആവുമെന്ന് പറഞ്ഞു. അങ്ങനെ മാമനുമായിട്ടാണ് പോകുന്നത്. അങ്ങനെ നമ്മൾ ദേ അമ്പലത്തിലെത്തി. ഇത് നമ്മുടെ അമ്പലത്തിൻ്റെ ബാക്ക് വശമാണ്. അച്ചടാ എന്തൊരു ഭംഗിയല്ലേ. അവിടെ നിന്ന് ഒന്ന് തൊഴുതിട്ട് ജെറ്റ് വിട്ട പോലെയാണ് അവൻ ഓടുന്നത്. അവിടെ മൊത്തം ഓടി നടക്കുമായിരുന്നു. വിളിച്ചാൽ വരുത്തതുമില്ല. ഫുൾ ഓട്ടമായിരുന്നു അവിടെ കിടന്ന്. അങ്ങനെ ദേ അമ്പലത്തിലൊക്കെ തൊഴുതിട്ട് വഴിപാടൊക്കെ കഴിച്ചു. തൊഴുതിട്ട് വെളിയിലോട്ട് ഇറങ്ങി. അപ്പോൾ ദേ വീണ്ടും അവിടെ ഓട്ടം. അവിടെ ആണെന്നുണ്ടെങ്കിൽ 2 പ്രാവ് ഇരിക്കുന്നുണ്ടായിരുന്നു. അതിനോട് കാര്യം പറഞ്ഞിട്ട് വരുന്നില്ല. വിളിക്കുക വാ പോകാമെന്ന് വിളിച്ചിട്ടൊന്നും ആശാൻ വരുന്നില്ല. ആശാൻ അവിടെ ഫുൾ ഓട്ടവും കളിയുമായിരുന്നു. അങ്ങനെ ഒരു വിധത്തിൽ പൊക്കിയെടുത്ത് മുറ്റത്ത് കൊണ്ടുവന്നു. അമ്പലത്തിന് വെളിയിൽ കൊണ്ടുവന്നു. അങ്ങനെ ദേ ഞങ്ങൾ അവിടെ നിന്നും എസ്കേപ്പായി. നേരെ നമ്മൾ പോയത് ബേക്കറിയിലോട്ടാണ്. വീട്ടിലോട്ട് കുറച്ച് പാലും സാധനങ്ങളൊക്കെ വാങ്ങാനുണ്ടായിരുന്നു. അങ്ങനെ നമ്മുടെ അടുത്തുള്ള SK ബേക്കറിയിൽ പോയി. അവിടെ ചെന്നപ്പോൾ ദേ ഈ ഷേക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നേ. അങ്ങനെ ഞാനും കുഞ്ഞും കൂടെ അതൊക്കെ കുടിച്ചു. വീണ്ടും അവിടെ നിന്ന് നമ്മൾ നേരെ വീട്ടിലോട്ടാണ് വിട്ടത്. കുഞ്ഞിന് ദോശ വാങ്ങാൻ കടയിൽ കയറിയാണെങ്കിൽ കട അവധിയായിരുന്നേ. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ടാറ്റാ.